ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചോദ്യമായിട്ടാണ്. അപ്പോൾ കണ്ടോ, എൻ്റെ കയ്യിലൊരു ഉപകരണമുണ്ട്. ഒരു ചെറിയ പൈപ്പും അതിൻ്റെ രണ്ടറ്റത്ത് രണ്ട് ബലൂൺ വീർപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഒരെണ്ണത്തിന് വലിപ്പം കൂടുതലുണ്ട്, ഒരെണ്ണം കുറച്ച് മാത്രം വീർപ്പിച്ചിട്ടുള്ള ചെറിയൊരു ബലൂണാണ്. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്: ഇതിനകത്ത് ഞാൻ കൈവിട്ട് കഴിഞ്ഞാൽ ഇതിനകത്ത് ഏത് ബലൂണാണ് ചുരുങ്ങി പോകുന്നത്? അപ്പോൾ പല ഉത്തരങ്ങളുണ്ടാവും. ഈ ചെറിയ ബലൂൺ ചുരുങ്ങി പോകുമെന്ന് പറയുന്നവരുണ്ടാവും, അതുപോലെ തന്നെ വലിയ ബലൂൺ ചുരുങ്ങി പോകുമെന്ന് പറയുന്നവരുണ്ടാവും, അതുപോലെ തന്നെ ഇത് രണ്ട് ബലൂണും ചുരുങ്ങാതെ ഒരേ സൈസിൽ തന്നെ നിൽക്കും എന്ന് പറയുന്നവരും ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ഉത്തരം ഏതായി കഴിഞ്ഞാലും അത് ഒരേ സമയം ശരിയുമാണ്, അതുപോലെ തന്നെ തെറ്റുമാണ്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. 3, 2, 1. കണ്ടോ, അതായത് ചെറിയ ബലൂണിൽ നിന്ന് വലിയ ബലൂണിലോട്ടാണ് എയർ പോയത്. ഇനി ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. 3, 2, 1. കണ്ടോ, ഒരു ചേഞ്ചും ഇല്ല. ഇനി ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാം. 3, 2, 1. ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ വലിയ ബലൂണിൽ നിന്ന് ചെറിയ ബലൂണിലോട്ടാണ് എയർ പോയത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് 3 രീതിയിൽ ആൻസർ കിട്ടുന്നുണ്ട്. അതായത് ചെറിയ ബലൂണിൽ നിന്ന് വലിയ ബലൂണിലോട്ട് എയർ പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്, അതുപോലെ തന്നെ വലിയ ബലൂണിൽ നിന്ന് ചെറിയ ബലൂണിലോട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്, അതുപോലെ തന്നെ എയർ പോവാത്തൊരു അവസ്ഥയുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. ബ്ലാങ്ക് സെറ്റിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ഈ ചോദ്യത്തിന് എന്ത് ആൻസർ പറഞ്ഞാലും അത് ഒരേപോലെ ശരിയുമാണ്, അതുപോലെ തന്നെ തെറ്റുമാണ്. അപ്പോൾ അതെങ്ങനെയാണ് വരുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം ഇങ്ങനെ ഒരു ബലൂൺ എടുക്കുക. അപ്പോൾ നമ്മളെല്ലാവരും ബലൂൺ വീർപ്പിച്ചിട്ടുള്ളവരാണ്, പക്ഷെ നമ്മളിത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അത് നമുക്ക് ഉള്ളൊരു തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് വലിയ ബലൂണിൽ നിന്ന് ചെറിയ ബലൂണിലോട്ടായിരിക്കും എയർ പോവുക എന്നുള്ളതാണ്. ഞാനും അങ്ങനെ തന്നെയാണ് ആദ്യം വിചാരിച്ചത്. പക്ഷേ ഒരു എയർ ഫ്ലോ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ വലിയതിൽ നിന്ന് ചെറിയതിലോട്ട് എന്നുള്ളതല്ല, ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലോട്ടാണ് എയർ എപ്പോഴും സഞ്ചരിക്കുക. അപ്പോൾ ബലൂണിനകത്ത് നമുക്കറിയാം, നമ്മൾ വീർപ്പിക്കുമ്പോൾ അതിനകത്തുള്ള പ്രഷർ കൂടുന്നുണ്ട്. കാരണം അതുകൊണ്ടാണ് നമ്മളിത് വീർപ്പിക്കുമ്പോൾ നല്ല ഫോഴ്സ് നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് കൊടുക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ബലൂണിൽ സ്വാഭാവികമായിട്ടും പ്രഷർ കൂടി വരിക തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ വിചാരം എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ബലൂൺ വീർപ്പിക്കുമ്പോൾ കൂടി അവസാനം പൊട്ടുകയാണെന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയല്ല. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു ട്രിക്ക് കാണിക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ ബലൂൺ വീർപ്പിക്കുമ്പോൾ ഇതുവരെ ബലൂൺ വീർപ്പിക്കാൻ യാതൊരു പ്രോബ്ലം ഇല്ല, കാരണം വളരെ ചെറിയൊരു ഫോഴ്സ് കൊടുത്താൽ മതി. കാരണം ഇതിനകത്ത് മെറ്റീരിയൽ ഒന്നും സ്ട്രെച്ച് ആയിട്ടില്ല. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ എയർ കൊടുക്കുമ്പോൾ ഈ ബലൂണിൻ്റെ മെറ്റീരിയൽ സ്ട്രെച്ച് ആവാൻ തുടങ്ങും. അപ്പോൾ അവിടെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ നല്ല ഫോഴ്സ് കൊടുക്കേണ്ടി വരും. നിങ്ങളത് ബലൂൺ വീർപ്പിക്കുമ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. പിന്നെ നമ്മൾ കൊടുക്കേണ്ട ഫോഴ്സ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫോഴ്സ് നമ്മൾ കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ആ സമയത്ത് ബലൂണിൻ്റെ അകത്തുള്ള പ്രഷർ വളരെ കൂടുതലായിരിക്കും. കണ്ടോ, ആദ്യത്തെ സ്റ്റേജിൽ നിന്ന് ഇത്ര പേരെ എത്തിക്കാനായിട്ട് നല്ലൊരു ഫോഴ്സ് തന്നെ കൊടുക്കണം. അത് കഴിഞ്ഞ് പിന്നെയും വീർപ്പിക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവും, നേരത്തെ കൊടുത്ത അത്ര ഫോഴ്സ് കൊടുത്തില്ലെങ്കിലും ഈ ബലൂൺ നമുക്ക് വീർപ്പിക്കാനായിട്ട് പറ്റും. കണ്ടോ, ഈ ഒരു സ്റ്റേജ് എത്തിയപ്പോഴേക്കും എനിക്ക് വളരെ ഈസിയാണ് വീർപ്പിക്കാൻ. അപ്പോൾ നിങ്ങളിത് ടച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാലും കണ്ടോ, ഇതിനകത്ത് പ്രഷർ വളരെ കുറവാണ്. ആദ്യം പ്രഷർ വളരെ കൂടുതലായിരുന്നത് യഥാർത്ഥത്തിൽ ഇപ്പോൾ പ്രഷർ കുറഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ തന്നെ ഒരു ബലൂൺ എടുത്ത് ഇതുപോലെ വീർപ്പിച്ച് നോക്കിക്കഴിഞ്ഞാൽ, ശ്രദ്ധിച്ച് വീർപ്പിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവേണ്ടതാണ്. കണ്ടോ, ഇപ്പോഴും വളരെ ഈസിയാണ് ഇത് വീർപ്പിക്കാൻ. അതുപോലെ തന്നെ ബലൂൺ കണ്ടോ, നമ്മൾ അമർത്തി കഴിഞ്ഞാൽ അത് ഉള്ളിലോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ ബലൂൺ കുറച്ച് സ്ട്രോങ് ആയിട്ടുണ്ട്. ഇപ്പോൾ ബലൂണിൻ്റെ പുറത്ത് നമ്മൾ തൊട്ട് നോക്കുമ്പോൾ അങ്ങനെ ഈസി ആയിട്ട് ഞെങ്ങി പോകുന്നില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇതിനകത്ത് നല്ല പ്രഷർ ആയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഇതിപ്പോൾ അത്യാവശ്യം നല്ല പ്രഷറായിട്ടുണ്ട്. ഇനിയും കൂടുതൽ വീർപ്പിച്ച് കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോവും മിക്കവാറും. അപ്പോൾ അത്യാവശ്യം നല്ല പ്രഷർ ഇതിനകത്ത് കയറിയിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ബലൂൺ വീർപ്പിക്കുമ്പോൾ ആദ്യം നല്ലൊരു ഫോഴ്സ് കൊടുക്കണം. അതുകൊണ്ട് തന്നെ ബലൂണിൻ്റെ അകത്തുള്ള പ്രഷർ വളരെ കൂടുതലായിരിക്കും. പിന്നെ അങ്ങോട്ട് കുറച്ച് നേരത്തേക്ക് അധികം ഫോഴ്സ് ഉപയോഗിക്കേണ്ട, അതായത് അതിൻ്റെ അകത്തുള്ള പ്രഷർ കുറവാണ്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽ സ്റ്റിഫ് ആവാൻ തുടങ്ങും, അതായത് ഇത് പൊട്ടാറാവാൻ തുടങ്ങും. ആ സമയത്ത് ഇതിൻ്റെ പ്രഷർ വീണ്ടും പെട്ടെന്ന് കുത്തനെ കൂടും. അത് കഴിഞ്ഞ് നന്നായി കൂടി അവസാനം ഈ മെറ്റീരിയലിന് പിടിച്ചു നിൽക്കാൻ പറ്റാതാവുമ്പോൾ ഇത് പൊട്ടിപ്പോകുന്നു. അപ്പോൾ ബലൂൺ എത്ര വലുപ്പത്തിൽ വീർപ്പിച്ച് കഴിഞ്ഞാലും, ചെറുതായാലും വലുതായാലും അതിനകത്ത് പ്രഷറുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ബലൂൺ വീർപ്പിച്ചിട്ട് വിടുമ്പോൾ ഇതുപോലെ ഒരു മിനി റോക്കറ്റായിട്ട് മാറുന്നത്. ഇനി ബലൂണിനകത്തുള്ള ഈ പ്രഷർ ഡിഫറൻസ് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ബലൂണിനകത്തുള്ള പ്രഷർ ഒന്ന് മെഷർ ചെയ്ത് നോക്കാം. അപ്പോൾ ബലൂണിൻ്റെ റിയൽ ടൈം പ്രഷർ സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ ഒരു പ്രഷർ സെൻസർ ഉണ്ട്. കണ്ടോ, വളരെ ചെറിയൊരു പ്രഷർ സെൻസറാണ്. അപ്പോൾ ഇത് ഞാൻ കമ്പ്യൂട്ടറിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ പ്രഷർ സെൻസർ ഈ ബലൂണിനകത്തോട്ട് ഇട്ടിട്ട് നമുക്കതൊന്ന് വീർപ്പിച്ച് നോക്കാം.
അപ്പോൾ നമുക്ക് തുടക്കം തൊട്ട് അവസാനം വരെ എങ്ങനെയാണ് ഇതിൻ്റെ പ്രഷർ വേരിയേഷൻ വരുന്നത് എന്നുള്ളത് നമുക്ക് കമ്പ്യൂട്ടർ സ്ക്രീനിൽ അറിയാൻ പറ്റും. ഇപ്പോൾ കമ്പ്യൂട്ടർ സ്ക്രീനിൽ ഈ പ്രഷർ സെൻസർ സെൻസ് ചെയ്യുന്ന പ്രഷർ എത്രയാണെന്ന് കാണിക്കുന്നുണ്ട്. ഏകദേശം ഒരു 1006 മില്ലിബാർ പ്രഷറാണ് കാണിക്കുന്നത്. അത് 1006 മില്ലിബാർ എന്ന് പറയുമ്പോൾ ഏകദേശം അന്തരീക്ഷ മർദ്ദമാണ്. ഇനി നമുക്ക് ഈ സെൻസർ ബലൂണിനകത്ത് ഇട്ട് നോക്കിയിട്ട് ഇതൊന്ന് വീർപ്പിച്ച് നോക്കാം. അപ്പോൾ ഞാൻ ഈ സെൻസർ ബലൂണിനകത്തോട്ട് ഇടുകയാണ്. ഇപ്പോൾ പ്രഷർ സെൻസർ ഏകദേശം ബലൂണിൻ്റെ നടുവിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് വീർപ്പിച്ച് നോക്കാം. ഇത്രയും എത്തിയപ്പോൾ പ്രഷർ നന്നായി കൂടി ഒരു പീക്കിലെത്തി. ഇപ്പോൾ കുറഞ്ഞു വീണ്ടും. ഇപ്പോൾ ഈ ഒരു പൊസിഷനിലേക്ക് എത്തിയപ്പോഴേക്കും പ്രഷർ വീണ്ടും കുറയുകയാണ് ചെയ്തത്. പ്രഷർ ഇപ്പോഴും കുറവാണ്. ഇനി നമുക്ക് ഒന്നുകൂടെ ഒന്ന് വീർപ്പിച്ച് നോക്കാം. ഇത്രയായപ്പോഴത്തേക്കും പ്രഷർ കുറച്ചുകൂടെ കൂടിയിട്ടുണ്ട്. അത് നമുക്ക് വീർപ്പിക്കുമ്പോൾ തന്നെ അറിയുന്നുണ്ട്. കാരണം ഇതിൻ്റെ ഈ സർഫസ് ഒക്കെ കുറച്ച് സ്റ്റിഫ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മാക്സിമത്തിൽ ബലൂണിൻ്റെ വീർക്കാവുന്നതിൻ്റെ മാക്സിമത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രഷർ വീണ്ടും കൂടുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ബലൂൺ ഏകദേശം പൊട്ടാറായിട്ടുണ്ട്. അത്രയും നല്ല പ്രഷർ ഉണ്ട്. നമുക്ക് വീർപ്പിക്കാൻ തന്നെ നല്ല ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ പോലും ആദ്യം വന്ന ആ പീക്ക് പ്രഷറിൻ്റെ അത്ര പ്രഷർ ഇതുവരെ വന്നിട്ടില്ല. അത് നിങ്ങൾക്ക് ഇതിൻ്റെ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇനി ഞാൻ പ്രഷർ റിലീസ് ചെയ്യാം. റിലീസ് ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ പ്രഷർ താഴോട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഇനി വീണ്ടും പ്രഷർ കൂടുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഏറ്റവും മിനിമം പ്രഷറാണ്. ഇനി ഞാൻ പ്രഷർ റിലീസ് ചെയ്യുമ്പോൾ പ്രഷർ കൂടുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ വീണ്ടും പ്രഷർ അന്തരീക്ഷ മർദ്ദത്തിനോട് ഈക്വലായി. ഇനി നമുക്ക് ഈ ടെസ്റ്റ് ഒന്നുകൂടെ ഒന്ന് ചെയ്ത് നോക്കാം. രണ്ടാം തവണ ചെയ്തപ്പോൾ ആദ്യം വന്ന പ്രഷറിൻ്റെ പീക്ക് നമുക്ക് വന്നിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ ഇലാസ്റ്റിസിറ്റി കുറച്ച് കുറഞ്ഞു. അതായത് ഫ്രഷായിട്ട് നമുക്കൊരു ബലൂൺ കിട്ടുന്ന അത്രയും ആ ഒരു സ്റ്റിഫ്നെസ് രണ്ടാം തവണ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ പ്രഷർ കുറവാണ്. ആദ്യത്തെ ചെയ്ത ആ ട്രയലിൻ്റെ അത്ര പ്രഷർ നമുക്ക് ഇപ്പോൾ കാണുന്നില്ല. ഇപ്പോൾ രണ്ടാമത്തെ ട്രയലിൽ നമുക്ക് ആദ്യം ഒന്ന് കൂടി ഒരു പീക്കിലെത്തി പതുക്കെ താഴോട്ട് കുറച്ച് വന്നു. ഇപ്പോൾ വീണ്ടും പ്രഷർ കൂടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ പ്രഷർ വളരെ കൂടിയിട്ടുണ്ട്. ഇനിയും വീർപ്പിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അത്യാവശ്യം നല്ല സ്റ്റിഫായിട്ടുണ്ട്. ഇനി എന്തായാലും വീർപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ മാക്സിമം പ്രഷർ വന്നിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, ഇപ്പോൾ പ്രഷർ വീണ്ടും കൂടി. ഇനി നമുക്കൊന്ന് പതുക്കെ റിലീസ് ചെയ്യണം. ഈ രണ്ട് ബലൂണും ഏകദേശം ഒരേ വലുപ്പത്തിലുള്ളതാണ്. പക്ഷേ ഇതിൻ്റെ പ്രഷർ ഒരേപോലെയാണെന്ന് ചോദിച്ചാൽ അല്ല എന്നാണ് ഞാൻ പറയുക. കാരണം ഇതിൽ പ്രഷർ കൂടുതലും ഇതിൽ പ്രഷർ കുറവാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫ്രഷ് ആയിട്ടുള്ള ഒരു ബലൂണ് പുതിയതായിട്ട് വീർപ്പിച്ചിട്ടുള്ളതാണ്. ഇതങ്ങനെയല്ല. ഇത് ആദ്യമേ നല്ല ഫുൾ സൈസിൽ വീർപ്പിച്ചതിന് ശേഷം പതുക്കെ ചുരുക്കി കൊണ്ടുവന്നിട്ടുള്ളതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ ഇതിൻ്റെ പ്രഷർ ആക്ച്വലി കുറയാണ് ചെയ്യുക. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം ഇതാണ്. ബലൂണിൻ്റെ വലുപ്പത്തിൽ നിന്ന് നിങ്ങൾക്ക് അതിൻ്റെ പ്രഷർ കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല. അത് കുറേ കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ വലിയ ബലൂണായിരിക്കും കുറവ് പ്രഷറിലിരിക്കുന്നുണ്ടാവും. അതുപോലെ ചെറിയ ബലൂണായിരിക്കും കൂടുതൽ പ്രഷറിൽ. അതും നമുക്ക് ഉറപ്പ് അറിയാൻ പറ്റില്ല. അത് അതിൻ്റെ ബലൂൺ മെമ്മറി അനുസരിച്ചിരിക്കും. അതായത് ആദ്യമേ അത് വീർപ്പിച്ചിട്ടുണ്ടോ അത് ഒരുപാട് തവണ വീർപ്പിച്ച് അതിൻ്റെ ഇലാസ്റ്റിസിറ്റി പോയിട്ടുള്ളതാണോ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ബലൂൺ മെമ്മറി എന്ന് പറയുന്നത്. അപ്പോൾ ബലൂൺ മെമ്മറി എന്ന് പറയുന്നത് ബലൂണിന് മാത്രമുള്ളൊരു സംഗതിയല്ല. പൊതുവെ ഇങ്ങനെ ഇലാസ്റ്റിക് ആയിട്ടുള്ള എല്ലാ മെറ്റീരിയൽസിനും അത് കാണും. പക്ഷേ ബലൂൺ പോലെയുള്ള റബ്ബർ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള സാധനങ്ങൾക്കാണ് നമുക്ക് ഈ ബലൂൺ മെമ്മറി അല്ലെങ്കിൽ ഈ ഇലാസ്റ്റിക് മെമ്മറി നമുക്ക് കുറച്ചുകൂടെ പ്രകടമായിട്ട് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ളൊരു ബലൂൺ എടുത്തിട്ട് ഈ സൈസിലേക്ക് ആക്കി നമ്മളിങ്ങനെ എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോഴാണ് ഇതിങ്ങനെ ചുങ്ങി പോകുന്നത്. ഇനി നേരെ മറിച്ച് ഈ ബലൂൺ ആദ്യം തന്നെ വീർപ്പിച്ച് നല്ല വലുപ്പത്തിലാക്കുക. എന്നിട്ട് അതിൻ്റെ എയർ കളയുക.
എന്നിട്ട് വീണ്ടും ആ സൈസിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ ഈ എയർ ചെറിയ ബലൂണിൽ നിന്ന് അങ്ങോട്ട് പോകുന്നതിന് പകരം അവിടെ നിന്ന് ഇങ്ങോട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ സ്റ്റേറ്റ് അനുസരിച്ച് ഇതിലത്തെ എയർ അങ്ങോട്ടും ഇങ്ങോട്ടും പോവാതെ നിൽക്കുകയും ചെയ്യും. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരു ബെറ്റ് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ, നിങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത് പോലെ ഇതിൻ്റെ റിസൾട്ട് ഏത് വേണമെങ്കിൽ ആക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റും. അതുകൊണ്ട് എപ്പോഴും ഈ ബെറ്റിൽ നിങ്ങൾ തന്നെ വിജയിക്കും. ബ്ലാങ്ക് സ്ലേറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് കൂടുതൽ കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ ഇൻട്രസ്റ്റിങ്ങും ഇൻഫർമേറ്റീവുമായ മറ്റൊരു വീഡിയോയുമായി ബ്ലാങ്ക് സ്ലേറ്റിൻ്റെ മറ്റൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.